പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു പ്രാസംഗികനൊന്നുമല്ല കേട്ടോ. കാണുന്നതും കേൾക്കുന്നതൊക്കെ ഒബ്സർവ് ചെയ്യുകയും അതിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തതാണ്. ഇവിടെ ആദ്യമായിട്ട് വന്ന് കയറിയപ്പോ ഞാൻ ഇവിടെ ഈ വേദിയെ കുറിച്ച് നോക്കിയപ്പോ എനിക്ക് മനസ്സിലായൊരു കാര്യം, പാരൻസ് ഒക്കെ വന്ന് പകുതിക്ക് താഴെ ഇരിക്കുന്നത് അങ്ങോട്ട് വരുന്നത് ബാക്കിലോട്ട് ഇരിക്കാനാണ് താല്പര്യം. പാരൻസ് മാതാപിതാക്കൾ ബാക്കിലോട്ട് ഇരിക്കാൻ താല്പര്യപ്പെടുന്നു. ഇപ്പോൾ തന്നെ അവിടെ ചെറിയ തുരുത്ത് പോലെ ആൾക്കൂട്ടമുണ്ട്. പക്ഷെ ഫ്രണ്ടിലൊക്കെ കസേര വെറുതെ എടുക്കുക. വീട്ടിൽ ചെന്നാൽ എന്താ, നമ്മുടെ മക്കളൊക്കെ മുന്നേറണം, സ്കൂളിൽ നല്ല മാർക്ക് വാങ്ങിക്കണം, സമ്മാനം വാങ്ങിക്കണം. ഇന്നിപ്പോ വീട്ടിൽ ചെന്ന് പല പിള്ളേർക്ക് കിട്ടും. കണ്ടോ, അവിടെ സമ്മാനം കിട്ടിയതാ, നിന്നെ കൊണ്ട് പറ്റിയ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഈ മാതാപിതാക്കൾ എന്തുകൊണ്ട് ഫ്രണ്ടിലോട്ട് ധാരാളം ചെയ്യാറുണ്ട്, ഇവിടെ കസേരകൾ ധാരാളങ്ങളൊക്കെ. അപ്പൊ നിങ്ങൾ ഒരു മാതൃകയാവുന്ന ആദ്യമേ ഞാൻ പറയുകയാണ്. പാരന്റ്സ് മുമ്പോട്ട്, അപ്പൊ സംഘാടകരും ഈ കസേര പറഞ്ഞ് ബാക്കിയിടുന്നതിന് പകരം അവരെ മുമ്പോട്ട് നയിക്കുകയും ഉള്ള ചേരുകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ ആഴ്ച ഞാൻ കണ്ട ഒരു പെൺകുട്ടിയുടെ കഥ പറഞ്ഞിട്ട്, കഥയെല്ലാം സംഭവം പറഞ്ഞിട്ട് അതുമായിട്ട് തുടങ്ങി മുമ്പോട്ട് പോകാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ട്രിവാൻഡ്രത്ത് ജനറൽ മാനേജർമാർ റിപ്പോർട്ട്, അഡീഷണൽ ജനറൽ മാനേജർ, അതിൽ ഒരു മാനേജറുടെ മകളെ എന്റെ അടുത്ത് കൊണ്ടുവന്നു. കുട്ടി ഇപ്പോ PG ചെയ്യുക, MBBS കഴിഞ്ഞിട്ട്. ഞാൻ ഏത് സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, ഒരു 3 വർഷത്തെ MD കോഴ്സ് ചെയ്യാം, കോഴ്സ് തീരാറായി. അപ്പൊ എന്റെ അടുത്ത് ഈ കുട്ടിയെ കൊണ്ട് അച്ഛൻ വന്നിരുന്നു, അച്ഛനും അമ്മയും വന്നു. നോക്കുമ്പോ ഡോക്ടറെ, ഇവർക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ തന്നെ സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് അവളെ എന്റെ റൂമിലാക്കിയിട്ട് പാരന്റ്സ് പുറത്തേക്ക്. ഞാൻ ഇവരോട് സംസാരിക്കുമ്പോ ആള് നല്ല പിടിക്കുകയാണ്. സ്കൂൾ ലെവൽ മുതൽ നല്ല മാർക്ക് വാങ്ങി ഉയർന്ന വിജയം കരസ്ഥമാക്കി വന്ന പെൺകുട്ടിയാണ്. MBBS അഡ്മിഷൻ കിട്ടി. നമ്മുടെ ഈ മിടുക്കിയെ പോലെ ഇവിടെ നിന്ന് ഇപ്പോ ആദരിച്ച പെൺകുട്ടിയെ പോലെ മിടുക്കിയായിട്ട് പഠിച്ചു വന്നു. MBBS അഡ്മിഷൻ കിട്ടി. നീറ്റ് പരീക്ഷയ്ക്ക് PGക്കും അഡ്മിഷൻ കിട്ടി. അങ്ങനെ 3 വർഷം കഴിഞ്ഞു. സംഭവം ശരിക്കും പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഇവർക്ക് പഠിക്കാൻ മാത്രമേ അറിയൂ. പുസ്തകം പഠിക്കും, സബ്ജക്ട് പഠിക്കും, നല്ല വിളിക്കുകയാണ്. പക്ഷേ ജീവിതം എങ്ങനെയാണ്, എന്താണ് എന്നൊന്നും അറിയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പൊ അവർക്ക് പ്രപ്പോസൽസ് വരുന്നുണ്ട്, വിവാഹ ആലോചനകൾ വരുന്നുണ്ട്. അച്ഛനമ്മയ്ക്കറിയും മൂത്ത കുട്ടിയാണ്, അത് എങ്ങനെ വിവാഹം കഴിക്കും. രണ്ടാമത്തെ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ എഞ്ചിനീയറിംഗ് മേഖലയിൽ പഠിച്ചുകൊണ്ടിരിക്കുക. ഇവർക്ക് കല്യാണം നിൽക്കുമ്പോ എന്താണെന്നറിയില്ലയോ, അതെങ്ങനെ, അതെനിക്ക് പറ്റുമോ, ആ വീട്ടിൽ പോയാൽ എങ്ങനെയായിരിക്കും, അവിടുത്തെ അമ്മായി അമ്മ എന്നെ നുള്ളുമോ പിച്ചുമോ, വീട്ടിന്റെ മുഖത്ത് നോക്കി കണ്ണുരുട്ടുമോ, അമ്മായി അപ്പൻ എങ്ങനെയായിരിക്കും, ആ വീട്ടുകാരെങ്ങനെയായിരിക്കും, അവിടുത്തെ കിച്ചൺ എങ്ങനെയാണ്, അവരെന്നോട് ചായ ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഞാൻ എങ്ങനെ ചായ ഉണ്ടാക്കും, 4 പേർക്ക് ചായ ഉണ്ടാക്കാൻ എനിക്കറിയില്ല. 4 പേർക്ക് ചായ 4 സമയത്ത് കുടിക്കാൻ അറിയാം, പക്ഷെ ചായ ഉണ്ടാക്കാൻ അറിയില്ല. ജീവിതം അവർക്ക് അറിയില്ല, ആളുകളോട് ഇടപെടുന്നത് അറിയില്ല. ആകപ്പാടെ രോഗികൾ വന്നാൽ നോക്കാൻ അറിയാം, മെഡിക്കൽ ബുക്കുകളൊക്കെ നന്നായിട്ട് പഠിക്കാൻ അറിയാം, പിന്നെ മെഡിക്കൽ പരീക്ഷകളെ പാസ്സാവാൻ അറിയാം. ജീവിതം നന്നായിട്ട് അറിയില്ല. പിന്നെ ഈ ആഴ്ച വെറുതെ പറയുന്നത്, ഇന്നലെ ആ മനുഷ്യനെ കണ്ടു. ഇന്നലെ കണ്ണൂരിൽ പോയിരുന്നു. അവിടെ വെച്ച് അദ്ദേഹം, ഞാൻ പ്രോഗ്രാമിലൊക്കെ ഇതിൽ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു, കാണാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ മെഡിക്കലുകളോടൊപ്പം ഈ പഠനം മാത്രമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെ കുറിച്ച് ആദ്യം ഞാൻ നെഗറ്റീവായിട്ട് നിങ്ങൾ കണക്കാക്കുന്നത്. പഠിത്തം നല്ലതാണ്, ഈ ചെറിയ പ്രായത്തിൽ നിങ്ങൾ പഠിക്കണം. മൊബൈലുമായിട്ട് കളിക്കാനിരിക്കുന്ന മക്കളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, മൊബൈൽ നിങ്ങൾ അഡിക്റ്റ് ആണെങ്കിൽ മൊബൈലുമായിട്ട് എത്രയും വേഗം പുറത്തു പോകണം. ഈ ഹോളിൽ പോലും അവരെ എനിക്ക് കാണാൻ ഇഷ്ടമില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോ അടുത്ത
പഠിത്തത്തിൽ മാത്രമല്ല ജീവിതം അറിഞ്ഞു വളരുക എന്നുള്ളത് അത്യന്താപേക്ഷിതം. എന്ത് പഠിച്ചാലും ശരി, എന്തൊക്കെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കുണ്ടെങ്കിലും ശരി, അത് ചെറിയ കാര്യമാണ്. ജീവിതത്തില് നമുക്ക് ഇഷ്ടമുള്ള മേഖലയിൽ ജോലി ചെയ്യാനോ വരുമാനം ഉണ്ടാക്കാനോ അല്പസ്വല്പ പേരിനും പെരുമയ്ക്കും ഒക്കെ പല ക്വാളിഫിക്കേഷൻസും നിങ്ങളെ സഹായിച്ചു എന്ന് വരും. പക്ഷേ ജീവിതത്തിൽ ഒരു മനുഷ്യനായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അതിന് വെറും ബുക്കും MBBS-ഉം MD-യും LLB-യും എഞ്ചിനീയറിംഗും MS-ഉം ഒന്നും പോരാ. അതിന് ജീവിച്ച് തന്നെ നിങ്ങൾ പഠിക്കണം. അതുകൊണ്ട് ഞാൻ മാതാപിതാക്കളോട് പറയുന്ന ഒരു കാര്യം, ചെറിയ പ്രായം മുതൽ തന്നെ മക്കളെയും കൂടെ വീട്ടു കാര്യങ്ങളിൽ ഉൾപ്പെടുത്തണം. വീട്ടിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ 2 വയസ്സ് മുതൽ ഓരോ മക്കളെയും നമുക്ക് ഉത്തരവാദിത്ത ബോധം പഠിപ്പിക്കാൻ പറ്റും. ഇപ്പൊ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ എഴുതി പുറത്ത് പോകണം, അല്ലെങ്കിൽ ഞാൻ പുറത്താക്കും, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് സംഘാടനപ്പെട്ട് മൊബൈൽ പിടിച്ച് വാങ്ങിച്ച് ഇവിടെ കൊണ്ടുപോയി പിന്നെ പാരന്റ്സ് വന്നാലേ ഞാൻ കൊടുക്കും. ഞാനൊരു അധ്യാപകൻ കൂടെയാണ്. മെഡിക്കൽ കോളേജിൽ MBBS-നും MD-ക്കും സൂപ്പർ സ്പെഷ്യാലിറ്റിക്കും ഒക്കെ പഠിപ്പിക്കുന്ന ആളാണ്. BSc നഴ്സിംഗ് പഠിപ്പിക്കാൻ വലിയ ഇഷ്ടമുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരാൾ അറിഞ്ഞാൽ അറിയാൻ പറ്റിയ ക്ലാസ്സാണ്. മൊബൈൽ നോക്കി ഇരിക്കുന്നവരെ എനിക്ക് അവരോട് സഹതാപമാണ്. മക്കളോട് ഒരിക്കലും പാടില്ലാത്തൊരു കാര്യം. ഒരറിവ് നിങ്ങൾക്ക് കിട്ടുന്നതുണ്ടല്ലോ, കളഞ്ഞു പോയ നിധിയാണ് നിങ്ങൾ. ഒരു വാക്കെങ്കിലും എന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഒരു മൗലവിയുടെ സംസാരിക്കുക, പ്രഗത്ഭരായ മൗലവിയുടെ സംസാരിക്കാനിരിക്കുന്നു, മക്കൾ ചിന്തിക്കുക, ഒരു വാക്കായിരിക്കും നിങ്ങളെ സ്ട്രൈക്ക് ചെയ്യുന്നത്. അതിനു വേണ്ടി നിങ്ങൾ കാതോർത്തിരിക്കണം, അല്ലാതെ മൊബൈലിൽ തട്ടിക്കൊണ്ടിരിക്കുന്നില്ല. ഇവിടെ അല്ല, ലോകത്ത് എവിടെ നല്ല കാര്യങ്ങൾ കേൾക്കുന്നത് എവിടെ ഉണ്ടെങ്കിലും നിങ്ങൾ മൊബൈൽ വേണ്ടിയിരിക്കരുത്. അവിടെ എനിക്ക് എന്ത് കിട്ടും, ഞാൻ എന്ത് മനസ്സിലാക്കണം, ജീവിതത്തെ കുറിച്ച് എന്തറിയണം, അതിനു വേണ്ടി നിങ്ങൾ തയ്യാറായില്ല എങ്കിൽ നിങ്ങൾ എന്തൊക്കെ പഠിച്ചാലും ശരി വഴിയിൽ പുറത്ത് വീഴും. മൊബൈൽ നിങ്ങളെ സഹായിക്കില്ല, നിങ്ങളെ നശിപ്പിക്കുകയുള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് 2 വയസ്സുള്ള കഴിഞ്ഞ കുട്ടികൾക്കുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് പറ്റുന്ന രീതിയിൽ സമയമനുസരിച്ച് വീട്ടിലെ കാര്യങ്ങൾ കൂടെ ഏർപ്പെടുത്തണം. മക്കളെ ഒറ്റയ്ക്ക് റൂമിൽ പഠിക്കാൻ മാത്രം ഇരുത്തരുത്. ഇടയ്ക്കിടയ്ക്ക് അവർ വന്ന് സമയമുള്ളതുപോലെ നിങ്ങളെ സഹായിക്കട്ടെ, നിങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കട്ടെ, പരസ്പരം സംസാരിക്കട്ടെ. അവരൊരു റൂമിൽ ഒരു ഐലൻഡായിട്ട് ഫാദർ വേറൊരു സ്ഥലത്ത്, ഉമ്മ വേറൊരു സ്ഥലത്ത്, ചേട്ടൻ ഒരു സ്ഥലത്ത്, ചേച്ചി, ഇങ്ങനെ ആവുന്നത്. നിങ്ങൾ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഒരുമിച്ച് കൂടണം. പഠിത്തം ഒരു കാര്യം, ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് സ്കൂളിലെയും കോളേജിലെയും പഠിത്തം. വീട്ടിലെ കിച്ചൺ, അടുക്കള എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമോ, അതൊരു സർവകലാശാലയാണ്. വീട്ടിലെ അടുക്കള ഒരു സർവകലാശാലയാണ്. നിങ്ങൾക്കറിയാം അവിടെ എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് അറിയോ? എന്തൊക്കെ അവിടെ കെമിസ്ട്രി ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, ബയോളജി ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്. അടുക്കളയിൽ കയറി നോക്കുമ്പോഴേ അറിയാനൊക്കൂ. നിങ്ങൾ അടുക്കളയിൽ കയറി നോക്കണം. പാവപ്പെട്ട മാതാവ് കിച്ചണിൽ കിടന്ന് കഷ്ടപ്പെട്ടപ്പോ എന്നിട്ട് ചിലപ്പോ എന്റെ അടുത്ത് വരും, പിള്ളേരെ കൊണ്ട് അല്ലെങ്കിൽ ഭർത്താവിന്റെ കുഴപ്പങ്ങൾ പറയാൻ വരും. ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് എന്താ ജോലി? എനിക്കൊരു ജോലിയില്ല. കൊള്ളാമല്ലോ, എങ്ങനെ കെങ്ങനെയാണല്ലോ നിങ്ങൾ. അല്ല, എനിക്ക് വേറെ സർക്കാർ ജോലിയോ വേറെ ജോലി ഒന്നുമില്ല. ഒരു ജോലിയില്ലേ? ഞാൻ വീട്ടമ്മയാണ്, ഞാൻ ഹൗസ് വൈഫാണ്. അപ്പൊ അങ്ങയുടെ വൈഫല്ലേ നിങ്ങൾ? നിങ്ങൾ വീട്ടിന്റെ വൈഫാണോ, ഹൗസിന്റെ വൈഫാണോ, നിങ്ങളുടെ ഭർത്താവിന്റെ വൈഫാണോ? ഞാൻ ചോദിക്കും. അത് എപ്പോഴാ ചെയ്യുന്നത്? ഞാൻ എല്ലാവരും പറയുന്നതിൽ ഹൗസ് വൈഫ് എന്ന് പറയുന്നത് പണിയൊന്നുമില്ല, നിങ്ങളുടെ വീട്ടിൽ ഒരു പണിയും ചെയ്യാറില്ല. അപ്പോഴാണ് പറയുന്നത്, ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റാൽ ശരീരം നടു നിവർത്തുന്നത് പാരാത്രി ആയിരിക്കും. അതുവരെ അവർ കഷ്ടപ്പെട്ട് മക്കളുടെയും ഭർത്താവിന്റെ വീട്ടുകാരുടെയും സ്വന്തം വീട്ടുകാരുടെയും എല്ലാ കാര്യങ്ങളും ചെയ്ത് അവരുടെ കാര്യം നോക്കാൻ മറന്ന് കിടന്നുറങ്ങുന്നവരാണ് നമ്മുടെ വീട്ടമ്മമാർ. അവരാ പറയുന്നത് എനിക്ക് ഒരു പണിയില്ല. ആര് പറഞ്ഞു? നിങ്ങൾക്ക് ശമ്പളമില്ലാത്ത ജോലിയാണ്, നിങ്ങൾക്ക് PF ഇല്ല, നിങ്ങൾക്ക് അവധിയില്ല, ഹോളിഡേ ഇല്ല, പെൻഷൻ ഇല്ല, ഒന്നും ഇല്ലാത്ത ജോലികളാണ് അവർ ചെയ്യുന്നതെന്നുള്ള മഹത്വം ആര് മനസ്സിലാക്കണം? ആദ്യം അമ്മമാർ മനസ്സിലാക്കണം.
നിങ്ങൾക്കൊരു വിലയുണ്ടെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കിയാലേ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ മനസ്സിലാക്കൂ, നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് വില തരും. അല്ലാതെ മക്കളെ മുന്നിൽ കരഞ്ഞു കാണിക്കരുത്. മക്കളെ മുമ്പിൽ കരഞ്ഞു കാണിച്ച് ഞാൻ കിടന്ന് കഷ്ടപ്പെടുന്ന കണ്ടാ മോളെ നീ കല്യാണം കഴിച്ച് അന്ന് മുതൽ തുടങ്ങിയതാ എന്ന് പറഞ്ഞ് കൊച്ചു കുഞ്ഞിനോടായിരിക്കും പറയുക. 2ാം ക്ലാസ് പഠിക്കുന്ന മോളോട് പറയും. അവൾ രണ്ടുപേരുടെ ഉള്ളത്, അവൾക്ക് എങ്ങനെ ആത്മവിശ്വാസം ഉണ്ടാവും? അവൾ നിങ്ങൾക്ക് എത്ര പ്രാധാന്യം തരും? അതുകൊണ്ട് നിങ്ങൾ ആദ്യം നിങ്ങളെ ശുശ്രൂഷിക്കണം. മാതാപിതാക്കളോട് ഞാൻ പറയും, രണ്ടുപേരോട്, അച്ഛനോടും അമ്മയോടും ഞാൻ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യവും മാനസികാരോഗ്യവും മനസ്സിന്റെ സംതൃപ്തിക്കും വേണ്ടി നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. എന്നിട്ട് മക്കൾക്ക് വേണ്ടി ജീവിക്കണം. പലരും പറയും ഞാൻ ജീവിക്കുന്നത് ഭാര്യമാർ പറയും കുഞ്ഞാവുന്നവരെ പറയും ഭർത്താവിന് വേണ്ടിയാണ്. കുഞ്ഞായി കഴിഞ്ഞാൽ പറഞ്ഞത് എന്റെ മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. ചിലർ പറയും ഈ 2 ജനിച്ചില്ലെങ്കിൽ ഞാൻ എന്നെ മണ്ണിനടി പോയെന്ന് പറയും. അങ്ങനെ പറഞ്ഞ പല അമ്മമാരെ ഞാൻ കേട്ടു. ഭർത്താവിന് നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? ഞാൻ ഉദ്ദേശം പോലെ ഒരാളിന് വേണ്ടി ജീവിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ ഒരാളിനെ കിട്ടിയില്ല. കളഞ്ഞിട്ട് പോകാനും വയ്യ, ഇറക്കാനും വയ്യ, തുപ്പാനും വയ്യാത്തതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് അങ്ങനെ പിള്ളേരുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പോകുന്നു. ഹസ്ബൻഡുണ്ട്. എന്താണ് കുഴപ്പം? പലപ്പോഴും ഭാര്യമാരുടെ നല്ല വശങ്ങൾ നേരിൽ കാണാൻ പറ്റാത്തവരാണ് ഭർത്താക്കന്മാർ. ഭാര്യയുടെ നല്ല ഗുണങ്ങൾ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടെങ്കിൽ അത് മാത്രം ഫോക്കസ് ചെയ്യും, അതിൽ മാത്രം പിടിക്കും. നല്ല ഒരുപാട് ഗുണങ്ങൾ അവരെ കൊണ്ട് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ കൊണ്ടോ അതൊക്കെ ഭർത്താക്കന്മാർ കണ്ടു. ചിലപ്പോ ഭർത്താവിന്റെ വീട്ടിലെ ഭർത്താവിന്റെ മാതാവ് ഈ വന്നു കയറുന്ന സ്ത്രീയോട് നല്ലതായിട്ടായിരിക്കും പെരുമാറുക. പല വീടുകളിലും സംഭവിക്കുന്ന മകനുള്ളപ്പോ മരുമകളോട് നല്ല രീതിയിൽ പെരുമാറും. മകന്റെ അഭാവത്തിലാണെങ്കിലോ നല്ല രീതിയിൽ എന്താ പറയുന്നത് ആഴ്ചകൾ തേച്ചു വിടും അല്ലെ, പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ തേച്ചു വിടുന്ന അമ്മായിയമ്മമാർ. എന്നാൽ ഇത് മകനോട് പറഞ്ഞാൽ അല്ലെങ്കിൽ ഹസ്ബൻഡിനോട് പറഞ്ഞാൽ മനസ്സിലായി എന്റെ ഉമ്മ വളരെ ഡീസന്റ്, ഈ പഞ്ചായത്തിലെ അവാർഡ് കിട്ടണമെങ്കിൽ എന്റെ ഉമ്മയെ കിട്ടണം, അത്ര നല്ലവളാണെന്ന് പറഞ്ഞത്. അങ്ങനെ പറയുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മാതാവും പിതാവും സമാധാനപരമായിട്ട് മുന്നോട്ട് പോകുന്ന കുടുംബത്തിലെ പിള്ളേര് ഒരുവിധം കുഴപ്പമൊന്നും ഇല്ലാതെ പോകും. അവരെ ഉത്തരവാദിത്വ ബോധം പഠിപ്പിക്കണം, എല്ലാ കാര്യങ്ങളിലും ഇടപെടുത്തണം. സാധാരണ കാര്യങ്ങളിൽ ഇടപെടാതെ പഠിത്തം മാത്രമായിട്ട് പോകുന്ന കുട്ടികൾക്ക് പ്രശ്നങ്ങളുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണമാണ്. ഞാൻ വല്ലപ്പോഴൊക്കെ എന്നെ PSC ഉയർന്ന പോസ്റ്റുകൾക്ക് ഇന്റർവ്യൂ ബോർഡിൽ സബ്ജക്ട് എക്സ്പെർട്ട് ആയിട്ട് എന്നെ വിളിക്കാറ്, ഉയർന്ന പോസ്റ്റുകൾ. അപ്പൊ മിക്കവർക്ക് PSC മെമ്പേഴ്സ് കാണാൻ ഞാൻ സബ്ജക്ട് എക്സ്പെർട്ട് ആക്കി വേറെ ആ ഡിപ്പാർട്ട്മെന്റിൽ ആരെങ്കിലും കാണും. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഞാനായിരിക്കും ചോദിക്കും. അടുത്ത കാലത്ത് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ, ഇംഗ്ലീഷിന്റെ അസിസ്റ്റന്റ് പ്രൊഫസർ ഗവൺമെന്റ് കോളേജുകളിലെ അധ്യാപികയുടെ ഇന്റർവ്യൂ ഉണ്ടാകും. ഓരോരുത്തരെ ഇന്റർവ്യൂ ഞാൻ സബ്ജക്ട് എക്സ്പെർട്ട് പലതൊക്കെ ചോദിച്ചു, ഓരോരുത്തരും ചോദിച്ചു വിട്ടു. ഞങ്ങൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാം കൂടെ ചേർന്ന് മാർക്കിട്ട് വയ്ക്കും. ഒരു കുട്ടി നല്ല സ്മാർട്ടായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടി, അവളെ നല്ലതുപോലെ പെർഫോം ചെയ്തു. ഷേക്സ്പിയറെ കുറിച്ച് ചോദിച്ചാൽ ഞാനൊരു തന്ത്രപരമായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു. ഷേക്സ്പിയറുടെ ഫാമിലി ലൈഫും സച്ചിൻ തെണ്ടുൽക്കറുടെ ഫാമിലി ലൈഫും തമ്മിൽ ബന്ധമുണ്ട് അറിയാമെന്ന് ചോദിച്ചു. അതുവരെ അവൾ പറഞ്ഞു. പക്ഷെ പലർക്കും ചിലർക്ക് അറിയാമായിരിക്കില്ല. എന്താണെന്നറിയാമല്ലേ, സച്ചിൻ തെണ്ടുൽക്കറുടെ ഭാര്യയ്ക്കും സച്ചിനെക്കാളും പ്രായം കൂടുതലാണ്. അതുപോലെ ഷേക്സ്പിയറുടെ ഭാര്യയ്ക്കും ഷേക്സ്പിയറെക്കാളും പ്രായം കൂടുതലാണ്. അത് ഇംഗ്ലീഷ് അധ്യാപകർക്ക് ചോദിച്ചാൽ എല്ലാം മിക്കവാറും അവർക്ക് എല്ലാ ലിറ്ററേച്ചറൊക്കെ നന്നായിട്ട് അറിയാം. കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായി ഇവർക്ക് ലോക പരിചയം കുറവാണ്, സാഹിത്യം മാത്രമേ കൂടുതൽ അറിയൂ എന്നത് തോന്നി. അപ്പൊ ഞാൻ ചോദിച്ചു, ഇവിടെ ഒരു കാര്യം ചെയ്ത് ഇംഗ്ലീഷ് ചോദിച്ചു, ഡൽഹി ഒരു കാര്യം ചെയ്താല് ചക്കയുടെ ഭാഗങ്ങൾ ഏതൊക്കെയെന്ന് പറയാമെന്ന് ചോദിച്ചു. സിമ്പിളായിട്ട് ചക്ക നമ്മുടെ നാട്ടിൽ സുലഭമായിട്ടുള്ള ചക്കയുടെ ഭാഗങ്ങൾ ഉടനെ അവള് ഒട്ടും പ്രതീക്ഷിക്കാത്ത ചോദ്യം, ചക്ക അതല്ലേ ചക്ക. സത്യം പറഞ്ഞാൽ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ കഴിയും. എന്നിട്ട് ഞാൻ പറയാത്തത് ഞാൻ ചോദിച്ചു, തന്റെ വീട്ടിൽ എത്ര സെന്റ് ഭൂമി ഉണ്ടാവും? നിങ്ങൾ വീട്ടിൽ താമസിക്കുന്ന ഫ്ലാറ്റാണോ വീട്ടിലാണോ? പറമ്പോട്ടം ഉണ്ട്, അവിടെ എത്ര സെന്റ് പറമ്പോട്ട്?
വ്യക്തമായിട്ട് അറിയില്ല. എന്നിട്ട് ഞാൻ ചോദിച്ചു തന്റെ വീട്ടിൽ എത്ര ഡോറുകളുണ്ട് വീട്ടിന്? ഇതൊക്കെ ചോദിച്ചാൽ നിങ്ങൾ മണ്ടൻ ചോദ്യം അല്ല. വീടുമായിട്ട് ബന്ധം വേണം, വീട്ടിന്റെ പരിസരവുമായിട്ട് ബന്ധം വേണം. വീട്ടിന്റെ പരിസരത്ത് എത്ര മരങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ പലർക്കും അറിയില്ല. അങ്ങനെ ഒരു റൂമിനകത്ത് കയറുന്നു, ബുക്ക് എടുക്കുന്നു, വായിക്കുന്നു, തിരിച്ചു വന്ന് ടിവിയുടെ മുന്നിൽ ഇരിക്കുന്നു, കഴിക്കുന്നു, തിരിച്ച് മുറിയിൽ കയറി പോകുന്നു. എന്ത് ലോകം അറിയാനത്?